എന്തൊക്കെയാണ് എല്ലാവരുടെയും വെക്കേഷൻ വിശേഷങ്ങൾ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഉണ്ടാക്കുകയല്ല, നമ്മളത് വെച്ചിട്ടൊരു ജേർണലിംഗ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ഒക്കെ ഒന്ന് വരയ്ക്കുക. നമ്മൾ ട്രേസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പേപ്പർ കോപ്പി ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ഇമേജസ് ഒക്കെ ഒന്ന് വരച്ചെടുത്തിട്ട് നമ്മളതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ഞാൻ കളർ ചെയ്ത് നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഇതെല്ലാം ഞാൻ കളർ ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട മെയിൻ പരിപാടി എന്താണ്? കട്ടിങ് തന്നെയാണ്. അപ്പോൾ ഈ ആക്ഷൻ കാണിക്കൽ മാത്രമേ ഉള്ളൂ. കട്ടിങ് ഒക്കെ നമ്മൾ തന്നെയാണ്, ട്രാൻസിഷൻ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? നമുക്ക് ജേർണലിങ് ചെയ്യാം. അപ്പോൾ അന്ന് ലാസ്റ്റ് നമ്മളൊരു യെല്ലോ ജേർണലിങ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഗ്രിഡ് പേപ്പേഴ്സ് ഉണ്ടാക്കുക, അതായത് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പഴയ ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് കീറിയിട്ട് ഇതുപോലെ ഗ്രീൻ കളറിൽ കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഒട്ടിക്കാനായിട്ടാണ്. അപ്പോൾ ഞാനത് കീറിയാണ് എടുക്കുന്നത്, കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ കീറിയിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മുകളിലും താഴെയും ഈക്വലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നതാണ്. ഞാനിതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ മുകളിലും താഴെയും നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ബുക്ക് ഇരിക്കുന്ന കുറേ നാളായി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ അധികം അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും അതിൽ നിന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് തോന്നിക്കുന്ന കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഒരു സ്നോയി എഫക്റ്റ് തോന്നിക്കുന്ന ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് കളറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്റ്റിക്കേഴ്സ് നമ്മൾ ഈ 2 പേജിൽ എവിടെ ഒട്ടിച്ച് തീർക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്കിങ്ങനെ നിറഞ്ഞു നിൽക്കണ ജേർണലിങ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒട്ടിച്ച് തീർക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കീറിയെടുത്തിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ കോർണറിലും ഞാനിതുപോലെ സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്നോമാനും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ജേർണലിങ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ പിൻട്രസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എത്രത്തോളം ഒട്ടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു പാറ്റേൺ പേപ്പർ കീറിയെടുത്തിട്ട് നമുക്ക് എഴുതാനായിട്ട് നമ്മൾ വൈറ്റ് സ്പേസിൽ എഴുതേണ്ട ഒരു പാറ്റേൺ പേപ്പറുമ്മൽ എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ പേജിലും അതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഈ ഒരു പാറ്റേൺ പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ജേർണലിങ്. അങ്ങനെയുള്ള സ്റ്റിക്കേഴ്സൊക്കെ അവിടെയും ഇവിടെയുമായിട്ട് എല്ലാതും അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ക്രിസ്മസിനെ പറ്റിയിട്ട് എന്താണോ എഴുതാനുള്ളത് അതൊന്ന് എഴുതി കൊടുക്കുക. ഞാനപ്പോൾ സ്പീഡിലിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചിങ്ങനെ ആലോചിച്ചിട്ടാണ് എഴുതുന്നത്. എന്ന് വെച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ ഡയലോഗ്സ് ഒന്നുമല്ല, കുറച്ചൊക്കെ മെറ്റേന്ന് നോക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിൻട്രസ്റ്റിൽ കുറച്ച് നോക്കിയപ്പോൾ ഒന്നും നമുക്ക് അങ്ങോട്ട് സ്യൂട്ടാവുന്നുണ്ടായിരുന്നില്ല. ഒക്കെ ഈ ഗ്രീറ്റിംഗ് കാർഡ്സിലൊക്കെ എഴുതുന്ന പോലത്തെ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജേർണലിങ്ങിനെ പറ്റിയിട്ടുള്ളത് മെറ്റോട് ചോദിച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് ആലോചിച്ച് കുറച്ചൊക്കെ ഇങ്ങനെ എഴുതി 2 പേജും ഫില്ലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ എല്ലാ സൈഡിലും ഒന്ന് ഒട്ടിച്ച് നിറയ്ക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലും ക്രിസ്മസ് എന്നൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒട്ടിച്ച് കൊളാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇപ്പം തന്നെ കുറച്ച് ഓവറാണ്. അങ്ങനെ നമ്മുടെ ജേർണലിങ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ, അതെനിക്കറിയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.